നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വന്തം. യെസ് നമ്മളത് നേടിയിരിക്കുന്നു. ഇനി ആർക്കാണടാ സംശയം? ടീം ഇന്ത്യ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ക്രിക്കറ്റ് ലോകം ഭരിക്കുകയാണ്. ICC T20 വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായതിന് പിന്നാലെ അടുത്ത ICC ഇവന്റ് ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇൻ സ്റ്റൈൽ ടീം ഇന്ത്യ കിരീടം ചൂടിയിരിക്കുന്നു. 4 വിക്കറ്റിന്റെ വിജയമാണ് ഫൈനൽ മത്സരത്തിൽ കിവീസിന് മേൽ ടീം ഇന്ത്യ നേടിയിരിക്കുന്നത്. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് നിശ്ചിത 50 ഓവറുകളിൽ 7 വിക്കറ്റിന് 251 റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് വേണ്ടി ഡാരിൽ മിച്ചൽ 101 പന്തുകൾ നേരിട്ട് 63 റൺസ് അടിച്ചു. അവസാന ഘട്ടത്തിൽ മൈക്കൽ ബ്രേസ്വെല്ലിന്റെ 40 പന്തിൽ നിന്നുള്ള 53 റൺസാണ് അവരെ ഈ ഒരു സ്കോറിലേക്ക് എത്തിച്ചത്. രജിൻ രവീന്ദ്ര 37 റൺസാണ് അവർക്ക് വേണ്ടി അടിച്ചിരുന്നത്. ഇന്ത്യൻ ബൗളിംഗിൽ ഇന്ത്യൻ സ്പിന്നർമാർ മിന്നിക്കത്തി. വരുൺ ചക്രവർത്തി 10 ഓവറിൽ 45 റൺസിന് 2 വിക്കറ്റ് എടുത്തപ്പോൾ കുൽദീപ് 10 ഓവറിൽ 40 റൺസിന് 2 വിക്കറ്റ് വീഴ്ത്തി. രവീന്ദ്ര ജഡേജ 10 ഓവറിൽ 30 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. അദ്ദേഹവും പിഴുതു 1 വിക്കറ്റ്. അവരുടെ ഇന്നിങ്സിനെ കുറിച്ച് നമ്മൾ ഇന്നിങ്സ് ഇടവേള സമയത്ത് വിശദമായി പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് വിശദമായിട്ട് പോയിട്ടില്ല. നമ്മൾ ഇന്ത്യയുടെ ചേസ് എങ്ങനെയായിരുന്നു 252 റൺസ് എന്നുള്ള ആ സ്കോറിലേക്ക് ഇന്ത്യയുടെ പോക്ക് എന്തൊരു തുടക്കമാണ് ഹിറ്റ്മാനും ഗില്ലും ചേർന്ന് നമുക്ക് തന്നത്. ഗില്ലിനെ ഒരു ഭാഗത്ത് കാഴ്ചക്കാരനാക്കി നിർത്തി പൊളിച്ചെടുക്കുകയായിരുന്നു ഹിറ്റ്മാൻ. ടീം സ്കോർ 65-ലെത്തുമ്പോഴേക്കും ഹിറ്റ്മാന്റെ അർദ്ധ സെഞ്ചുറി പിറന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ രണ്ടുപേരും ചേർന്ന് ടീം ഇന്ത്യക്ക് 100 റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടൊക്കെ തന്ന് 105-ലെത്തി നിൽക്കവെയാണ് ശുഭ്മാൻ ഗില്ല് പുറത്താകുന്നത്. ഗില്ല് 50 പന്തിൽ നിന്ന് ഒരു സിക്സിന്റെ സഹായത്തോടെ 31 റൺസ് എടുത്തു. മിച്ചൽ സാന്റനറുടെ പന്തിൽ വല്ലാത്തൊരു ക്യാച്ച് വായുവിലേക്ക് പറന്നുയർന്ന് ഗ്ലെൻ ഫിലിപ്സ് എടുത്ത ക്യാച്ച്. അതിപ്പോൾ അത്ഭുതമൊന്നുമല്ല, കാരണം ഗ്ലെൻ ഫിലിപ്സ് ആയതുകൊണ്ട് അദ്ദേഹം ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ കിടിലൻ ക്യാച്ചിൽ ഗില്ല് വീണതിന് തൊട്ടു പിന്നാലെ വിരാട് കോഹ്ലി ബ്രേസ്വെല്ലിന്റെ പന്തിൽ LBWയിൽ കുരുങ്ങി മടങ്ങി. കോഹ്ലിയുടെ സംഭാവന ഒരേ ഒരു റൺസ്, അത് ഇന്ത്യക്ക് തിരിച്ചടിയാവുകയായിരുന്നു. പിന്നീട് ശ്രേയസ് അയ്യര് രോഹിത് ശർമ്മക്ക് കൂട്ടായിട്ടെത്തി. രോഹിത്തും ശ്രേയസും കൂടി മുന്നോട്ട് പോകവേ റൺസ് വല്ലാതെ അങ്ങ് ഡ്രൈ ആയ ഒരു ഘട്ടത്തിൽ രോഹിത് ശർമ്മ രജിൻ രവീന്ദ്രയുടെ പന്തിൽ ഇറങ്ങിയടിക്കാനുള്ള ശ്രമം നടത്തുന്നു. അദ്ദേഹം സ്റ്റംപ് ചെയ്യപ്പെടുന്നു. 83 പന്തിൽ 7 4 3 6 അടക്കം 76 റൺസാണ് രോഹിത് ശർമ്മ എടുത്തിരുന്നത്. അദ്ദേഹം പുറത്താകുമ്പോൾ ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ 122 റൺസ്. ശ്രേയസ് അയ്യർക്ക് കൂട്ടായിട്ട് അക്സർ പട്ടേലിനെ വിട്ടു. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ ന്യൂസിലാൻഡിന് ബുദ്ധിമുട്ടുണ്ടാക്കുക, അതായിരുന്നു ലക്ഷ്യം. എന്തായാലും ശ്രേയസ് മികച്ച രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കവേ സാന്റനറുടെ പന്തിൽ അടിക്കാനുള്ള ശ്രമം രജിൻ രവീന്ദ്രയുടെ കയ്യിൽ ഒതുങ്ങിയായിരുന്നു. 62 പന്തിൽ നിന്ന് 48 റൺസാണ് അദ്ദേഹത്തിന്റെ സംഭാവന ഉണ്ടായിരുന്നത്. പിന്നെ KL രാഹുൽ വന്ന് കാര്യങ്ങൾ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നത് കണ്ടു. അതേസമയം അക്സർ പട്ടേല് അടിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് പുറത്താവുന്നത്. ബ്രേസ്വെല്ലിന്റെ പന്തിൽ വിൽ ഒറൂർക്ക് പിടിച്ച് പുറത്തായി. 40 പന്തിൽ നിന്ന് 29 റൺസായിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന. ഹാർദിക് പാണ്ഡ്യ KL രാഹുലിന് കൂട്ടായിട്ടെത്തി. പതിവ് പോലെ പാണ്ഡ്യയുടെ കിടിലൻ സിക്സർ നമ്മൾ കണ്ടു. ഒരു 6ഉം 4ഉം അടക്കം 18 പന്തിൽ നിന്ന് 18 റൺസ്. KL ജാമീസിന്റെ ഒരു ബൗൺസർ അടിക്കാനുള്ള ശ്രമം പിഴച്ചു, കുത്തനെ ഉയർന്നു. ജാമീസൻ തന്നെ പിടിച്ച് പാണ്ഡ്യ പുറത്തായി. പിന്നെ ജഡേജ ചടങ്ങ് തീർക്കാൻ വേണ്ടി KL രാഹുലിനൊപ്പം 6 പന്തിൽ നിന്ന് 9 റൺസ് എടുത്ത് ജഡേജയും 33 പന്തിൽ നിന്ന് 34 റൺസ് എടുത്ത് KL രാഹുലും പുറത്താകുന്നു. ഒടുവിൽ ടീം ഇന്ത്യ ബൗണ്ടറിയിലൂടെ തന്നെ വിജയത്തിലേക്ക് വിൽ ഒറൂർക്കിന്റെ പന്തിൽ രവീന്ദ്ര ജഡേജ ബൗണ്ടറി അടിച്ചുകൊണ്ട് ടീം ഇന്ത്യയെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. ഒരു ഓവർ ശേഷിക്കെ 6 വിക്കറ്റ് നഷ്ടത്തിൽ, അതായത് 4 വിക്കറ്റിന്റെ തകർപ്പൻ ജയം സ്വന്തമാക്കിക്കൊണ്ട് ടീം ഇന്ത്യ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇതാ കിരീടം ചൂടിയിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.